ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മുറിഞ്ഞിമാട് ഐലൻഡ്. ഒരു മിറർ വീഡിയോയിൽ നിന്നാവാം ഇന്നത്തെ ഇൻട്രോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിക്കാം കേട്ടോ. ഞാനും ഫഹദും ഇന്ന് പോകാൻ പോകുന്നത് മുറിഞ്ഞിമാട് ഐലൻഡിലേക്കാണ്. അപ്പോൾ സോയി ഇതാ ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ എൻ്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റിവർ ബീച്ചിലൊന്നായ തോണിക്കടവ്, അതായത് മുറിഞ്ഞിമാടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മുക്കത്ത് നിന്ന് ഒരു 9 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് കിടക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ താഴെക്കൂടെ ചാലിയാറ് പുഴ ഒഴുകുന്നത്. ഇപ്പം കുറച്ച് ദിവസമായി ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ്സിന് മുമ്പിൽ ഇതുപോലെ 3 എണ്ണം ബൈക്കിൽ പോകുന്നത് കാണാം. ഫഹദിൻ്റെ ഫ്രണ്ട്സാണ്. ഈ ഡോറാബുജി കാർട്ടൂണിൽ വഴികാട്ടാൻ മാപ്പില്ലേ, അതുപോലാണ് ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടെത്തും. താത്ത നല്ല സ്പോട്ടുണ്ട്, നമുക്ക് അവിടെ പോവാം, അവിടുന്ന് വീഡിയോ ചെയ്യാം അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു പോക്ക് അങ്ങ് പോവും. അങ്ങനെയാണ് കേട്ടോ ഓരോ സ്ഥലം ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കുന്നൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെയുള്ള കാഴ്ചകൾ വളരെയധികം മനോഹരമായിരുന്നു. നല്ല മനസ്സിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫഹദ് പറയാം പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ ഈ ഭാഗങ്ങളിൽ പോലും നിറച്ചു ആൾക്കാരായിരിക്കുന്നു. പിന്നെ കോഴിക്കോടിൻ്റെ മലപ്പുറത്തിൻ്റെ നടുക്കാണ് ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ജില്ലകളിലുള്ള ആൾക്കാർക്കും വളരെയധികം ഫെയിമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ 2 കൂട്ടരും കൂടി ഒന്നിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമ്മൾ പോകുന്നത് ഒരു ഉച്ചേമുക്കാൽ ആ ഒരു സമയത്താണ് കേട്ടോ. ആ സമയം പോലും നോക്കി നിങ്ങൾ നന്നായിട്ട് കൂളായിട്ട് കിടക്കുകയാണ്. മഴ പെയ്യാനായ പോലെ ഉണ്ട് കാണുമ്പോൾ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പെയ്യൂല എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പോകുന്നു. എൻ്റെ വീട് മാവൂരായതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. മാവൂര് ചെറുവാടി പന്നിക്കോട് വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, അതിലേ അങ്ങനെ പോയി നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ മുറിഞ്ഞിമാട്. ഇവിടെ സന്ദർശനം വൈകുന്നേരം 7 മണി വരെയുള്ളൂ. അതിനുശേഷം ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇതുവരെ ചാർജൊന്നും ഈടാക്കിയിട്ടില്ല. അതായത് നമുക്കിങ്ങോട്ടേക്ക് വരാൻ ചാർജൊന്നും ഇല്ലയെന്ന് കണ്ടില്ലേ എൻ്റെ മുഖത്തുള്ള സന്തോഷം. ഇവിടെ എത്തിയ സന്തോഷമാണ്. അടിപൊളി പ്ലേസ്. നമ്മൾ കണ്ടിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടാവില്ലേ. അങ്ങനെ ആദ്യം കുറച്ചൊരു ചളിയുണ്ട്, പക്ഷെ നമ്മളങ്ങോട്ട് ഇറങ്ങി ട്രാക്കിലെത്തിക്കഴിഞ്ഞാൽ ആ ചളിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത്തിരി ആ ഇറങ്ങി വരുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ചടി. പിന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് തന്നെ. മുറിഞ്ഞ് കിടക്കുന്ന രീതിയിൽ പുഴ ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ബോട്ടല്ല, നമ്മുടെ തോണി, വഞ്ചി സർവീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് മൃഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ എത്ര രീതിയിൽ ആഴമുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും പരിശോധിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. എന്തായാലും കണ്ടിട്ട് നല്ല ആഴമുള്ള പോലെ ഉണ്ട്. ഇങ്ങനെ ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വരുന്ന സ്റ്റാർട്ടിങ് ഏരിയയിൽ കുഴപ്പമില്ല, അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണോ മുറിഞ്ഞുമാട് എന്ന് പേര് വന്നതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരുപാട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ പലതും തുറന്നിട്ടില്ല. ഇപ്പം ഇതാ നല്ല അടിപൊളിയായി ഉപ്പിലിട്ട് വെച്ചതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്ത് സോയ്ക്കും ഞങ്ങളും എല്ലാവരും കൂടി കുറച്ച് നേരം കുറച്ച് ഉപ്പിലിട്ടൊക്കെ കഴിച്ച്. അപ്പം ഇവിടെ ഒരുപാട് ആട്ടുകുട്ടികളും ആടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു വരുന്ന താത്ത ഇതിൻ്റെ ഉടമ ആണ് എന്ന്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇല്ലേ നമ്മൾ ബുക്സിലൊക്കെ പഠിക്കുന്നത്, അങ്ങനത്തെ ഒരു കാഴ്ച ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ അതാ കാണുന്നതൊക്കെ തോണികളാണ് കേട്ടോ. പിന്നെ എൻ്റെ സോയിയൊക്കെ ഉപ്പിലിട്ട മാങ്ങ കഴിക്കുന്ന ഒരു പ്രശ്നമില്ല ആൾക്ക്. ഉപ്പിലിട്ട മാങ്ങ ഒക്കെ കഴിക്കുക. എനിക്കിത് കണ്ടപ്പോഴും ഈ ആട്ടിൻകുട്ടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ കൊച്ചു ടി വിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ലില്ലി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അതിൻ്റെ പേരെന്താ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ആ കാർട്ടൂണിൻ്റെ പേര് ഹെയ്തി എന്നാണ്. കറക്റ്റ് നമ്മൾ അതിൽ കാണുന്ന ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഇതുപോലുള്ള ഒരു പ്രദേശത്താണ്. അതുപോലെ ആട്ടോ എനിക്ക് തോന്നിയത്. കറക്റ്റ് ആ ക്യാരക്ടറും അതിന് ആപ്റ്റായിട്ടുള്ള പ്ലേസ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തോണി സർവീസ് ഉണ്ടെന്ന്. ഇതാ ഒരു കൂട്ടർ തോണിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്, അടുത്ത കൂട്ടർ തോണിയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവർ 2 പേരും കൂടി ഒരു ഫാമിലി കേട്ടോ. ഇവർ ഫസ്റ്റ് പോകുന്നു, ഇതാ സെക്കൻഡ് അവർ വന്ന് ഇറങ്ങിയിട്ട് അവർ പോകുന്നു. ഇതുവരെ തോണി സർവീസ് ആയിരുന്നു, ഇപ്പോൾ അതൊരു ഹൗസ് ബോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2 കൂട്ടരും കൂടിയാണ് നമ്മുടെ ചാലിയാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചുറ്റിപ്പറ്റിയ ഒരു ഡ്രോൺ വന്നിട്ടോ, കണ്ടോ, ഡ്രോണൊക്കെ ഇട്ടിട്ടാ കളി. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ വില മനസ്സിലായില്ലേ. അപ്പം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ മുറിഞ്ഞിമാട്. കണ്ടോ ബാക്കിൽ പുഴ, വയൽ, അങ്ങനെ അടിപൊളി സ്ഥലം കേട്ടോ.
ചുറ്റും കാണാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് വയലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. 40 ഏക്കറോളം വയലിൽ ചുറ്റിപ്പെട്ട ഒരു ഭാഗമായിട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാം, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നാൽ എടുത്തോ എന്നൊക്കെ ഞാൻ പറയുന്ന കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ആ ബാക്കിലെ ബോട്ടൊക്കെ വരുന്നത് കാണുന്നില്ലേ, എന്തൊരു മനോഹരമാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴക്കാറ് പറഞ്ഞാൽ നല്ല മഴ. ചിലപ്പം നമ്മൾ ഓടേണ്ടി വരും, എന്നാലും നമ്മൾ കുറച്ചും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള പ്ലേസ് ആട്ടോ. കണ്ട ചുറ്റും ഒന്ന് കണ്ടു നോക്കിയേ. ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റുപാടായിട്ട് അത് വരുന്നത്. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സും ഫാദറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ചുറ്റും കണ്ടില്ലേ ഒരുപാട് സ്ഥലമുണ്ട്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്പോട്ട്, നല്ല അടിപൊളി സ്പോട്ടാണ്. മുക്കം മാവൂരൊക്കെയാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കവർ ചെയ്യാൻ മറക്കരുത്. സേവ് ദ ഡേറ്റ് അതുപോലെ ബർത്ത്ഡേ ഷൂട്ടൊക്കെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ബർത്ത്ഡേ ഷൂട്ട് കഴിഞ്ഞിട്ടൊരു പാരൻസ് പോകുന്നുണ്ടായിരുന്നു. അടിപൊളി സ്ഥലം, നല്ല അടിപൊളി സ്ഥലം. നമുക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങൾ തരുന്നത്. കപ്പിൾസൊക്കെ ആയിട്ട് വരാം. പിന്നെ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് വരാം. നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് പോകാം. അടിപൊളിയായിട്ട്, അപ്പോൾ ആരും മിസ് ചെയ്യണം. പോരെ, ചെറിയ രീതിയിൽ തോണിൻ്റെ സർവീസൊക്കെ ഉണ്ട്. ഒരു 50 രൂപ 60 രൂപയൊക്കെ ആവുള്ളൂ രണ്ടാൾക്ക് കയറാൻ വേണ്ടി. ഒരു 4-5 തോണിയുണ്ട് ഇവിടെ. ഇങ്ങനെ കളിക്കുന്നു. ഒരു 10-15 ഏക്കറോളം ഇവിടെ നിറച്ചും വയലാണ്. പിന്നെ കുറേ മൃഗങ്ങൾ, അതായത് വയലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, പശു, പോത്ത്, എരുമ, ആട് അങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഞാൻ അതായത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതായത് പുല്ല് തിന്നുന്നുണ്ട് എന്ന് സാരം. പിന്നെ 15 ഏക്കറില്ല കേട്ടോ, ഇത് ടോട്ടൽ 40 ഏക്കർ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ നിൽക്കണം എന്നുള്ളത് പോലും അറിയില്ല. ഫോട്ടോയും വീഡിയോസും എങ്ങനെയൊക്കെ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗിയും കൂടി കവർ ചെയ്ത് വരണ്ടേ. അല്ല, അതായത് ഞാൻ അത്ര ഭംഗിയുണ്ട് എന്നല്ല ഉദ്ദേശിച്ചത്, സ്ഥലത്തിൻ്റെ ഭംഗിയാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അവിടെ ഒരു കുഞ്ഞു കുട്ടീനെ കണ്ടില്ല, ആ മോളെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടും അതിൻ്റെ അടുക്ക് നടക്കുന്നുണ്ട്. കണ്ടില്ലേ, വേസ്റ്റ് ഇടാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, വേസ്റ്റ് ബിന്നുണ്ട്. കാലികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ട് നിൽക്കുക. അവർക്ക് നല്ല പുല്ലല്ലേ കിട്ടുന്നത്, അവരങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ എന്ത് രസമാണ് കാണാനെന്ന് ഞാനിങ്ങനെ പറയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബോട്ട് സർവീസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നതെങ്കിലും അതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇതുപോലത്തെ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിലുള്ളത്. അപ്പം നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ മഴയൊക്കെ ഏതോ വൈക്ക് പോയി, ആ കാർമേഘത്തെയും കൊണ്ട് കാറ്റ് പോയി എന്നാ തോന്നുന്നത്. പിന്നെ എൻ്റെയും സോയിൻ്റെയും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ, നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാം. പിന്നെ ഒരു ചെറുതായിട്ടുള്ള ഇവൻറ്റ്സൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. നമ്മുടെ ബേബീസിൻ്റെ ബർത്ത്ഡേ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. സോയിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് അതിൻ്റെ അടുക്ക് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. അത് നിങ്ങൾക്കുള്ളതാട്ടോ. പിന്നെ നമ്മൾ SR ഖാൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇതാ, അതൊക്കെ ഇട്ട് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. പോകുന്നവർക്ക് നല്ല ചൂടുള്ള പഴംപൊരി വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ച് ചൂടക്കാറി പോയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ അത് ചുട്ടുടങ്ങി, തിരിച്ചു വരുമ്പോഴെല്ലാം വാങ്ങുന്നത്. അപ്പോഴത്തേനും വൈകുന്നേരമായിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിറങ്ങിയാൽ നമ്മളെ മനസ്സിലെങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ പശുവിനൊക്കെ കൊണ്ടുപോയിട്ട് തോന്നുന്നത് മൊത്തം ഇങ്ങനെ കുഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കി, പക്ഷെ നമുക്ക് പറ്റൂല. ഭയങ്കരമായിട്ട് ഇങ്ങനെ കാല് കുഞ്ഞു പോവുക, കണ്ടോ കാല് നന്നായിട്ട് ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി എൻ്റെ ഫേസ് നോക്കി പറ്റൂല അത് മനസ്സിലായതിൻ്റെത്. അത് തിരിച്ച് കയറി വന്ന് ഇപ്പുറത്തേക്കൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു മല പോലെ കാണിച്ചു തന്നില്ല, ആ ഭാഗമാട്ടോ ഇത്. അവിടെയൊക്കെ മഴ വന്നിട്ട് നല്ല കോടമഞ്ഞ് പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നല്ല അടിപൊളി ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.